ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹോംലി ട്രെൻഡ്സ്. അപ്പോൾ ഞാൻ ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സ്പെഷ്യൽ റെസിപ്പി വീഡിയോ ആണ്. നമുക്ക് ഉണക്കമീൻ കൊണ്ടൊന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ? അടിപൊളി ടേസ്റ്റിലുള്ള അച്ചാർ തയ്യാറാക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഉണക്കമീനാണ്, ഉണക്കസ്രാവ് മീനാണ്. അപ്പോൾ ഇതൊരു 700 ഗ്രാം ഉണക്കമീനുണ്ട്. ഇത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ച മീനാണ്. അതുപോലെ നമുക്ക് ആവശ്യമുള്ളത് പിന്നെ സവാളയാണ്. നമ്മൾ കട്ടിയില്ലാതെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ്. അപ്പോൾ ഇത് ഒരു 4 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാൻ കുറയ്ക്കൊക്കെ ചെയ്യാം. പിന്നെ നല്ല എരിവുള്ള പച്ചമുളക് 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. അതുപോലെ തന്നെ ആവശ്യത്തിന് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഞാനിപ്പോൾ ഇത്രയും വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണിത്. ഇതൊരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ അധികം ഉപ്പൊന്നും ആവശ്യമില്ല. പിന്നെ ഇത് പിക്കിൾ പൗഡറാണ്, സൂപ്പർനോവയുടെ പിക്കിൾ പൗഡറാണ്. ഇത് ഞാനൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയാണിത്. ഇത് 2.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കാൻ ആവശ്യത്തിന് കടുക്, ഒരു 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉലുവ. പിന്നെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത്. ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ. അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. മീൻ ഇത് കഴുകി വൃത്തിയാക്കി വെച്ച മീനാണ്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ വറുത്തെടുക്കണം എണ്ണ ഒഴിച്ചിട്ട്. അപ്പോൾ എണ്ണ ഒഴിക്കാൻ പോവാണ്. സൺഫ്ലവർ ഓയിലാണ്. നമുക്കിത് വറുക്കാൻ ആവശ്യത്തിനനുസരിച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇനി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷമാണ് നമ്മൾ മീൻ വറുത്ത് കോരുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെയായിട്ട് മീനിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വറവായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് വറുത്ത് കോരാം. അപ്പോൾ ഇത് വറവായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ. നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ മീൻ വറുത്ത് വെച്ച അതേ ഓയിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇനി അച്ചാർ തയ്യാറാക്കുന്നത്. അതേ ഓയിൽ തന്നെ നമുക്ക് ആ ചട്ടിയിലോട്ട് മാറ്റാം. നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുക്കുക. അത് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ കടുകും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളകും കൂടെ ആഡ് ചെയ്യുക. കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാളയും അതുപോലെ നന്നായിട്ട് വഴണ്ട് വരണം. അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയാൽ മതി.
അപ്പോൾ നമ്മളിതൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലധികം ഉപ്പിൻ്റെ ആവശ്യമില്ല, ഉണക്കമീനിൽ തന്നെ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ മസാലകൾ ചേർക്കാൻ പോവാണ്. അപ്പം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. പിന്നെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പിക്കിൾ പൗഡറും കൂടെ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും ഒരുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഈ മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം, അപ്പോൾ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇൻഗ്രീഡിയൻസിൽ വിട്ടുപോയൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് വിനാഗിരി. അപ്പോൾ അതും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഇതിൽ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. അപ്പോൾ ഞാൻ മീനും കൂടെ ചേർത്തിട്ടാണ് വിനാഗിരി ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച മീൻ ഇതിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ മീനിൽ നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇപ്പോൾ നമ്മൾ വിനാഗിരി ആഡ് ചെയ്യാൻ പോവാണ്. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അധികം ആയാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും, പുളി കൂടിയാൽ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വിനാഗിരി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ചൂടോട് കൂടി കഴിക്കരുത്, ഒന്ന് തണുത്തതിന് ശേഷം കഴിക്കുക. അപ്പം ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. നല്ല കളർഫുള്ളാണ്, നല്ല ഭംഗിയാണ് കാണാൻ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, വ്യത്യസ്തമായൊരു അച്ചാറാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.